നിന്റെ ജീവിതം നശിപ്പിക്കുന്നത് മറ്റുള്ളവർ അല്ല, നിന്റെ സ്വന്തം മനസ്സാണ്. മനസ്സിനെ കീഴടക്കിയവൻ ലോകം കീഴടക്കും എന്ന് ചാണക്യൻ പറഞ്ഞു. ഇന്ന് ഞാൻ പറയുന്നത് 2000 വർഷം പഴക്കമുള്ള പക്ഷേ ഇന്നും ജീവൻ ഉള്ള 5 മൈൻഡ് കൺട്രോൾ രഹസ്യങ്ങളാണ്. ഈ വീഡിയോ മുഴുവൻ കേട്ടാൽ നീ പഴയ ആളായി തുടരില്ല. ഒരു കാലത്ത് ഭാരതം ചിന്നിച്ചിതറി കിടന്നിരുന്നു. ചെറിയ രാജാക്കന്മാർ തമ്മിൽ യുദ്ധം, ജനങ്ങൾക്ക് വിശപ്പും ഭയവും മാത്രം. അപ്പോൾ ഒരു സാധാരണ ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു, പേര് ചാണക്യൻ. അവന് വലിയ സൈന്യം ഉണ്ടായിരുന്നില്ല, പണം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഒരു ശക്തി അവനുണ്ടായിരുന്നു, മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ്. അവൻ പറഞ്ഞിരുന്നു, മനസ്സിനെ കീഴടക്കാത്തവൻ ഒരിക്കലും ലോകത്തെ കീഴടക്കില്ല. ഇന്ന് ആ രഹസ്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. 1. വികാരത്തിൽ നിന്നല്ല, ബുദ്ധിയിൽ നിന്നാണ് തീരുമാനം. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒരു രാജാവ് ചാണക്യനെ അപമാനിച്ചു. സ്വതസ്സിന്റെ മുന്നിൽ അവനെ പുറത്താക്കി. സാധാരണ മനുഷ്യൻ ആയിരുന്നെങ്കിൽ കോപം, പ്രതികാരം, അടിപിടി. പക്ഷേ ചാണക്യൻ ഒറ്റ വാക്ക് പറഞ്ഞു, ഇന്ന് നീ എന്നെ തോൽപ്പിച്ചു, പക്ഷേ ഞാൻ എന്റെ മനസ്സിനെ തോൽപ്പിക്കില്ല. അവൻ കോപത്തിൽ ഒന്നും ചെയ്തില്ല, ശാന്തമായി ഒരു പദ്ധതി ഉണ്ടാക്കി. അവസാനം അതേ രാജാവിന്റെ സാമ്രാജ്യം തന്നെ മാറ്റിമറിച്ചു. പാഠം: നീ കോപത്തിൽ ആയിരിക്കുമ്പോൾ നിന്റെ ശത്രു നിന്റെ മനസ്സാണ്. 10 സെക്കൻഡ് ശാന്തത 10 വർഷത്തെ വിജയമായി മാറാം. 2. വിശ്വാസം കണ്ണടച്ചുള്ളതാകരുത്. മറ്റൊരു കഥ. ചന്ദ്രഗുപ്തൻ രാജാവാകുന്നതിനു മുമ്പ് അവന്റെ ചുറ്റും പല സുഹൃത്തുക്കളുമുണ്ടായിരുന്നു. എല്ലാവരും വിശ്വസ്തർ എന്ന് തോന്നിച്ചു. പക്ഷേ ചാണക്യൻ പറഞ്ഞു, പാൽ പോലുള്ള വാക്കുകൾക്കുള്ളിൽ വിഷം ഒളിഞ്ഞിരിക്കാം. അവൻ എല്ലാവരെയും പരീക്ഷിച്ചു, യഥാർത്ഥ കൂട്ടുകാരെ മാത്രം ചേർത്തു. നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയാണ്. നിന്റെ സ്വപ്നം തകർക്കുന്നത് അപരിചിതർ അല്ല, അടുത്തുള്ളവരാണ് പലപ്പോഴും. മൈൻഡ് കൺട്രോൾ നിയമം: ആരെങ്കിലും പറയുന്ന ഓരോ വാക്കും നിന്റെ സത്യമാകരുത്. 3. നിശബ്ദതയാണ് ഏറ്റവും വലിയ ശക്തി. ഒരു ദിവസം ഒരാൾ ചാണക്യനെ ചോദ്യം ചെയ്തു, നീ ഇത്ര കുറച്ച് സംസാരിക്കുന്നത് എന്തിന്? അവൻ ചിരിച്ചു പറഞ്ഞു, വായ തുറന്നാൽ വാക്കുകൾ പുറത്തു പോകും, വായ അടച്ചാൽ രഹസ്യങ്ങൾ അകത്ത് തുടരും. ഇന്ന് നമ്മൾ എല്ലാറ്റിനും പ്രതികരിക്കുന്നു, ഗമണ്ടിന്, വിമർശനത്തിന്, പരിഹാസത്തിന്. പക്ഷേ വിജയികൾ പലപ്പോഴും മറുപടി പറയാറില്ല. അവർ തെളിയിക്കും പ്രവൃത്തിയിലൂടെ. നിന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എല്ലാ യുദ്ധത്തിലും ഇറങ്ങരുത്. 4. ഭയം മനസ്സിന്റെ കൽപ്പിത കഥ. ചന്ദ്രഗുപ്തന് ആദ്യ യുദ്ധത്തിനു മുമ്പ് ഭയം ഉണ്ടായിരുന്നു. സൈന്യം ചെറുത്, ശത്രു വലിയവൻ. അപ്പോൾ ചാണക്യൻ പറഞ്ഞു, ഭയം സത്യമല്ല, മനസ്സ് എഴുതി ഒരുക്കിയ കഥയാണ്. നമ്മൾ ഭയക്കുന്ന 100 കാര്യങ്ങളിൽ 90 കാര്യവും ഒരിക്കലും സംഭവിക്കില്ല. എന്നാൽ ആ ഭയം കൊണ്ട് നമ്മൾ ശ്രമം നിർത്തും. ചോദ്യം ഒന്ന് മാത്രം, നീ ഭയത്തിന്റെ അടിമയാവുമോ, ധൈര്യത്തിന്റെ ഉടമയാവുമോ? 5. ലക്ഷ്യം എഴുതാത്തവൻ കപ്പലില്ലാത്ത യാത്രക്കാരൻ. ചാണക്യന് ഒരു പതിവ് ഉണ്ടായിരുന്നു. ഓരോ ദിവസവും തന്റെ ലക്ഷ്യം അവൻ എഴുതും. ഇന്ന് ഞാൻ എന്ത് ചെയ്യണം, നാളെ രാജ്യം എങ്ങനെയാകണം. അവൻ പറഞ്ഞു, എഴുതാത്ത സ്വപ്നം വെറും കൽപ്പന മാത്രം. നമ്മളിൽ പലർക്കും വലിയ സ്വപ്നമുണ്ട്, പക്ഷേ ഒരു പ്ലാനും ഇല്ല. അതുകൊണ്ട് മനസ്സ് വഴിതെറ്റുന്നു. അവസാനം ചാണക്യൻ ഒടുവിൽ വലിയ സാമ്രാജ്യം പണിതു. പക്ഷേ അവൻ പറഞ്ഞു, ഞാൻ രാജ്യം കീഴടക്കുന്നതിനു മുമ്പ് എന്റെ മനസ്സിനെ കീഴടക്കി. ഇതാണ് യഥാർത്ഥ വിജയം. നീ പണക്കാരനാകണമെന്നില്ല, പ്രശസ്തനാകണമെന്നില്ല, പക്ഷേ ഒരു കാര്യം വേണം, നിന്റെ മനസ്സ് നിന്റെ നിയന്ത്രണത്തിൽ ആയിരിക്കണം. ഇന്ന് മുതൽ 3 നിയമങ്ങൾ. കോപത്തിൽ തീരുമാനം എടുക്കരുത്, എല്ലാം വിശ്വസിക്കരുത്, ഭയത്തെ ചോദ്യം ചെയ്യൂ. ഇതുമാത്രം മതി നിന്റെ ജീവിതം മാറാൻ. നീ ഈ വീഡിയോ കേട്ടതോടെ ചാണക്യൻ നിനക്കൊരു പാഠം തന്നിട്ടുണ്ട്. ഇനി ചോദ്യം ഒന്ന് മാത്രം, നീ മനസ്സിന്റെ അടിമയാവുമോ, ഉടമയാവുമോ? ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് മുതൽ പുതിയ ഒരു ജീവിതം തുടങ്ങൂ.